ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ചേച്ചിമോൾ ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു പുതിയ ഐറ്റോട് തയ്യാറാക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് നരകക്കോഴി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ചിക്കന് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ, സവാള, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, നാരങ്ങ, തൈര്, ടൊമാറ്റോ സോസ്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അല്പം ഓയിൽ, വേപ്പില. ചിക്കൻ നമുക്ക് രണ്ടായി പാകിച്ചെടുക്കാം. ചിക്കനെ നമ്മൾ ഒരു കല്ലുകൊണ്ട് നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കണം. ഇതിന് ശേഷം നന്നായിട്ട് വരയണം ഇത്. നമ്മൾ ചിക്കനിലേക്കുള്ള മാരിനേറ്റ് ചെയ്യാനുള്ള മസാലകൾ അരക്കാൻ പോവുകയാണ്. ഒരു സവാള അരിഞ്ഞതാണിത്. വെളുത്തുള്ളി ഒരു 6 അല്ലി ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി 8 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ കഷ്ണം, പച്ചമുളക് 4 എണ്ണം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം, തൈര് ചേർത്ത് കൊടുക്കാം, ടൊമാറ്റോ സോസ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം, ഓയിൽ ചേർത്ത് കൊടുക്കാം 2 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 2 ഇതൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ഒരു നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മസാല കൂട്ടെല്ലാം നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് ചിക്കനിലേക്ക് ഈ മസാല കൂട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പൊ നമ്മൾ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമുക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. ഇനി നമുക്ക് ഗ്രില്ലിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മ നരകക്കോഴിക്കുള്ള തീ റെഡിയാക്കിയിട്ടുണ്ട്.
ഇപ്പൊ നമുക്ക് ചിക്കൻ തീയിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ നരകക്കോഴി റെഡിയായി വന്നിട്ടുണ്ട്. 1 മണിക്കൂറായി വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇതേ ഇപ്പൊ നമ്മുടെ നരകക്കോഴി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.